നമസ്കാരം. വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23:1. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. നമസ്കാരം. വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 23:1. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. നമ്മുടെ ബൈബിളിലെ ഏറ്റവും വളരെയധികം സിമ്പിളായിട്ടൊരു വചനമാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ചെറിയ നാൾ മുതലേ എല്ലാവരും ആദ്യമായിട്ട് പഠിക്കുന്നൊരു വചനം. അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുമെന്നാണ് ഈ ഒരു വചനത്തിൽ ചുരുക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏവർക്കും ഒരിക്കൽ കൂടി വചന സമീക്ഷയിലേക്ക് സ്വാഗതം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു പ്രശ്നം വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ മറികടക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ബൈബിളിലെ തന്നെ ചില കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട്, ബൈബിളിലെ ഒരു വ്യക്തി ചെയ്ത ചില സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. അതിനു മുൻപ് ഒരു കോൾ വരുന്നുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എൻ്റെ പേര് മിനി അരുൺ. മിനി ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് കുറ്റാട്ടകുളത്തിനടുത്ത് പുതുവേലി എന്ന പുതുവേലി സ്ഥലത്തുനിന്ന്. ഓക്കെ. ഇത് ഏത് ജില്ലയാണ് ആൻറ്റി? ഇത് കോട്ടയം ജില്ല. കോട്ടയത്താണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ആൻറ്റി വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഹസ്ബൻഡ്, ഞങ്ങൾ രണ്ടുപേര്, കുഞ്ഞുങ്ങള് രണ്ടുപേരുണ്ടല്ലേ? എന്ത് ചെയ്യുന്നു? അവര് പഠിക്കുവാണല്ലേ? ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. എന്തു പ്രത്യേകതരമായ ആൾക്കാരെയാണ് ദാവീദും സൈന്യാധിപന്മാരും വേർതിരിച്ചത്? വേർതിരിച്ചു. അതെ, എങ്ങനെയൊക്കെയാണ് അവര് കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ അവരുടെ 3 പേരുണ്ട്. ആസാഫ്, ഹേമാൻ, യെദൂഥൂൻ. അവരുടെ പുത്രന്മാരെയാണ് ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ചത്. ഓക്കെ, എന്തായാലും ആന്റി പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരെ. ഓക്കെ, അതെ, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ. ആന്റി പാട്ട് പാടാറുണ്ടോ? ഇല്ലല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായി ആരെയാണ് വേർതിരിച്ചത്? എന്നിവ കൊണ്ട് പ്രവചിക്കുന്ന യെദൂഥൂന്റെ കീഴില് യഹൂദാൻ, പിന്നെ ആരുണ്ട്? യഹൂദൂൻ, പിന്നെ ആരുണ്ട്? ആരെയൊക്കെ? 3 പേരുണ്ട്. പറഞ്ഞോളൂ. ആസാഫ്, ഹേമാൻ, യെദൂഥൂൻ. അതെ അതെ, ആൻസർ കറക്റ്റ് ആണ്. ആസാഫ്, ഹേമാൻ, യെദൂഥൂൻ എന്നിവരുടെ പുത്രന്മാരെ. കറക്റ്റ് ആണ് കേട്ടോ. ശരി. ഓക്കെ. ഇനി ആന്റി എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ടോ? വായിക്കാറുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ബൈബിളിലെ ഏത് ഭാഗമാണ് വായിച്ചത്? ഹബക്കൂക്ക് 2-ാം അധ്യായം. ഹബക്കൂക്ക് 2-ാം അധ്യായം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദർശനത്തിന് ഒരു മെസ്സേജ് ആയിട്ട് എന്താ പറയാനുള്ളത് അവിടെ നിന്ന്? എന്തോ ഒരു നമുക്ക് എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മെസ്സേജ്. ഓക്കെ, ദർശനത്തെ കുറിച്ചാണല്ലേ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ ഓക്കെ. അടുത്ത ചോദ്യം, ആസാഫിൻ്റെയും ഹേമാന്റെയും യെദൂഥൂന്റെയും പുത്രന്മാരെ ഏത് ശുശ്രൂഷയ്ക്കായാണ് വേർതിരിച്ചത്? കിന്നരം, വീണ, കൈത്താളം എന്നുകൊണ്ടുള്ള ശുശ്രൂഷ. ഓക്കെ ഓക്കെ, കറക്റ്റാണ്. കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്ന ശുശ്രൂഷ. കറക്റ്റാണ് കേട്ടോ. ഓക്കെ. ഇനി എനിക്ക് ബൈബിളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? രൂത്ത് ഇഷ്ടമാണ്. രൂത്താണല്ലേ? രൂത്ത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ്. ഞാൻ ആരോട് ചോദിച്ചാലും എല്ലാവരും പറയുന്ന ഒരു കഥാപാത്രമാണ് രൂത്ത്. എസ്തേർ ആണല്ലേ?
എസ്തേറിന്റെ എന്ത് ക്വാളിറ്റിയാണ് ഇഷ്ടം? ചോദിച്ചാല് പ്രാർത്ഥിക്കുന്ന ആളാണ്, പിന്നെ അനുസരണമുണ്ട്. ആ ഓക്കെ. തൻ്റെ ജനതയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ. എന്നാൽ എസ്തറിനെ കുറിച്ച് ബൈബിളിൽ ഒരുപാട് പറയുന്നുണ്ട്. നമുക്കിനി അവസാന രാജാവിന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചു. എന്താ ആൻറ്റി? രാജാവിന്റെ മുൻപിൽ പോയി അതെ നിൽക്കാനായിട്ടുള്ള അതെ ഒരു ധൈര്യം കാണിച്ചു. അതെ, ഒരു ധൈര്യശാലി അങ്ങനെയൊക്കെ പറയാം അല്ലേ? അതെ. ഓക്കെ. നമുക്കിനി എന്തായാലും അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോകാം. അവസാന ചോദ്യം, എദൂദിന്റെ പ്രവചന ശൈലി എങ്ങനെയായിരുന്നു? യഹോവയെ വാഴ്ത്തി സ്തുതിക്കുന്ന ഒരു കിന്നരം കൊണ്ട്. അതെ അതെ, കറക്റ്റാണ്. യഹോവയെ വാഴ്ത്തി സ്തുതിച്ച് കിന്നരത്തിന്റെ അകമ്പടിയോടെ പ്രവചിച്ചു. ഓക്കെ, കറക്റ്റാണ് കേട്ടോ. ശരി. ഓക്കെ ആൻറ്റി, അപ്പോൾ 4 ക്വസ്റ്റ്യനും പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. 4 ക്വസ്റ്റ്യനും ആൻറ്റി കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടേ. ശരി. ഓക്കെ, താങ്ക് യു. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും വിളിക്കണം കേട്ടോ. തീർച്ചയായും. ഓക്കെ, താങ്ക് യു ആൻറ്റി. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇപ്പോൾ കോട്ടയത്ത് നിന്നും മിനി ആൻറ്റിയെ വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തു, അതുപോലെ മറ്റു ചില കാര്യങ്ങൾ സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമുക്കിനി, നമ്മൾ ആദ്യം പറഞ്ഞത് യഹോവ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും നല്ലതുപോലെ ചെയ്യുവാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് പറയുവാൻ സാധിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം തന്നെ എഴുതിയ ദാവീദിനെ കുറിച്ചാണ്. ദാവീദിൻ്റെ ജീവിതം നമ്മൾ നോക്കിയാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ തൻ്റെ മുൻപിൽ വന്നിട്ടുണ്ട്. പക്ഷേ ദാവീദ് അതിനൊക്കെയും ദൈവം തന്നോടൊപ്പം ഉണ്ട് എന്നൊരു ചിന്തയോടു കൂടി മുൻപോട്ട് പോയതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിനെയും അവന് നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ദാവീദ് വളരെയധികം കുഞ്ഞുനാൾ മുതൽ തന്നെയാണ് അവൻ ആടുകളെ മേയ്ക്കുവാനാണ് ആദ്യം പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് രാജാവായതൊക്കെ. അപ്പോൾ ദാവീദ് ആടുകളെ മേയ്ക്കുവാൻ പോകുന്ന സമയത്ത് തൻ്റെ ആടുകളെ ദാവീദ് ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ആടുകൾക്ക് ഏതെങ്കിലും ഒരു ആടിന് എന്തെങ്കിലും പറ്റിയാൽ പോലും ദാവീദിനെ അത് വളരെയധികം എഫക്റ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആടിനും ഒന്നും സംഭവിക്കാതെ ആടിനെ മേയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ അത്രത്തോളം ഒരു കെയർ ദാവീദ് നൽകുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ദാവീദ് തൻ്റെ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി കൊണ്ടുപോയി. ആടുകളെ മേയ്ക്കുവാൻ വിട്ടതിന് ശേഷം നമുക്കറിയാം ദാവീദ് അവിടെ ഇരുന്ന് പാട്ടുപാടുമായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാവീദ് ഒരിക്കൽ ആടിനെ മേയ്ക്കുവാൻ വിട്ടു. അതിനുശേഷം അവിടെ ഇരുന്നു. പക്ഷേ ദാവീദ് അവിടെ ഇരിക്കുമ്പോഴും പാട്ടുപാടുമ്പോഴും എന്ത് ചെയ്താലും തൻ്റെ ആടുകൾ എവിടെയാണ് നിൽക്കുന്നത് അതിന് ചുറ്റും ഏതെങ്കിലും മൃഗങ്ങൾ തൻ്റെ ആടുകളെ കൊല്ലുവാൻ വേണ്ടിയോ അതിനെ ഏതെങ്കിലും മൃഗങ്ങളുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ദാവീദ് നോക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി വിട്ടതിന് ശേഷം ദാവീദ് അവിടെ ഇരുന്ന് നോക്കുമ്പോൾ ഒരു സിംഹം ഒരു ചെറിയൊരു കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞിരുന്ന് തൻ്റെ ആടുകളെ ലക്ഷ്യമിടുന്നതായിട്ട് ഈ ദാവീദ് കണ്ടു. അപ്പോൾ തൻ്റെ ഒരു ആടിനും ഒന്നും സംഭവിക്കരുത്, എല്ലാ ആടിനെയും സംരക്ഷിക്കണം എന്നൊരു ചിന്ത ഈ ദാവീദിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ സിംഹം തൻ്റെ ഏതെങ്കിലും ഒരു ആടിനെ ലക്ഷ്യം വയ്ക്കുമ്പോൾ എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ സിംഹത്തിനെ ഇല്ലാതാക്കുക എന്നൊരു ചിന്ത മാത്രമേ ഈ ദാവീദിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ദാവീദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരു കാര്യം, ദാവീദിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കവണയും ഒരു കല്ലും അതുപോലെ തന്നെ ഒരു കല്ലും കാണാമെന്ന് നമുക്ക് ബൈബിളിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപയോഗിച്ച് ദാവീദ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗോലിയാത്തിനെ തകർത്തത് പോലും അതുപയോഗിച്ചാണ്. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെയും സിംഹം തൻ്റെ ആടുകളെ ഏതെങ്കിലും ഒരു ആടിനെ കൊല്ലുവാൻ വേണ്ടി ഇരിക്കുന്നതാണ് എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ സിംഹത്തിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നൊരു ചിന്തയെ ദാവീദിനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സിംഹം തൻ്റെ ആടിനെ ആക്രമിക്കുവാൻ വേണ്ടി പോകുമ്പോൾ ഈ കവണ എടുത്ത് കല്ല് വെച്ചിട്ട് സിംഹത്തിനെ ദാവീദ് ആക്രമിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ സിംഹത്തിനെ നിലംപരിശാക്കിയിടുകയാണ് ദാവീദ് ചെയ്തത്. അവിടെ നിന്നും തൻ്റെ ആടുകളെ ദാവീദ് സംരക്ഷിച്ചു. മറ്റൊരവസരത്തിലും ഇതുപോലെ ദാവീദ് തൻ്റെ ആടുകളുമായിട്ട് മറ്റൊരു ദിവസം മേയ്ക്കുവാൻ വേണ്ടി പോകുമ്പോൾ മറ്റു ചില സംഭവങ്ങളും നടക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് ഒരു കോൾ വരുന്നുണ്ട്. ഈ രണ്ടാമത്തെ കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സാറാമ്മ ജോസഫ്. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടയം പുല്ലരിക്കുന്നു. കോട്ടയത്ത് നിന്നാ അല്ലേ?
ഓക്കെ. എൻ്റെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? ഇപ്പോഴാരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും ജോലിക്ക് പോയി, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി, ആരുമില്ല അടുത്ത്. ആരുമില്ല അല്ലേ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആയിക്കോട്ടെ മോനെ. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പുറമെയുള്ള പ്രവർത്തികൾക്കായി ഇസ്രായേലിൽ പ്രമാണികളും ന്യായാധിപന്മാരും ആക്കിയിരുന്നത് ആരെയാണ്? ഇസ്രായേലിൽ ഈ ഗെനന്യാവും അവന്റെ പുത്രന്മാരും. അതെ, ആൻസർ കറക്റ്റാണ്. കെനന്യാവിനെയും അവൻ്റെ പുത്രന്മാരെയും. കറക്റ്റാണ് കേട്ടോ. ആൻറ്റി ഇന്നൊരു പാട്ട് പാടുന്നുണ്ടോ? പാടാം പാടാം. പാടിക്കോളൂ. ലോകത്തിലൊന്നുമില്ല, അപ്പനമ്മ മക്കൾ സോദരർ ബന്ധുക്കൾ എല്ലാം എന്റെ അപ്പനൊപ്പമാരിലെങ്ങും ഞാൻ മറ്റാരെയും കാണുന്നില്ലേ. എന്റെ യേശുവേ നീയല്ല ആശ്രയിപ്പാൻ വേറെ ലോകത്തിലൊന്നും ഇല്ല. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. നല്ല പാട്ടായിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആയിക്കോട്ടെ മോനെ. രണ്ടാമത്തെ ചോദ്യം: ഹെബ്രോന്യരിൽ പ്രഗത്ഭരായ എത്ര മേൽവിചാരകന്മാർ ഉണ്ടായിരുന്നു? 1700 പേര്. 1700 പേർ. കറക്റ്റാണ് കേട്ടോ. 1700. ഓക്കെ. ഇനി ബൈബിളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പുരുഷ കഥാപാത്രത്തെക്കുറിച്ച് പറയാമോ? ബോവസിനെ കുറിച്ച് പറയാം. ബോവസിനെ കുറിച്ച് പറഞ്ഞോളൂ. നവോമിയുടെ മരുമക്കളായ അവർക്ക് രൂത്തുമായിട്ട് മോവാബിൽ നിന്ന് മടങ്ങി ബേത്ലഹേമിൽ എത്തിച്ചേർന്നു. വളരെ ദുഃഖത്തിലും പ്രയാസത്തിലായിരുന്നു ഈ 3 പേരില്. ഇളയ മരുമകള് അവള് അമ്മായിമ്മയെ വിട്ട് പോയി. എന്നാല് രൂത്ത് നവോമിയുടെ കൂടെ തന്നെ പരിചയപ്പെടുന്നു. ബോവസിന്റെ വയലിലെ അവള് കാല കുറിക്കാനായിട്ട് ചെല്ലുന്നു. ബോവസിന് ബേത്ലഹേമില് വയലുണ്ടായിരുന്നു, കൊയ്ത്തുകാലമായിരുന്നു. ആ സമയത്ത് ബോവസിന്റെ വയലില് രൂത്ത് കാല കുറിക്കാനായിട്ട്. ബോവസ് വളരെ നല്ലൊരു മനുഷ്യനും ജന്മിയും കനാഡിനും ഒക്കെ ആയിരുന്നു. ബോവസ് പറയുന്നുണ്ട് തന്നെ മറ്റുള്ള ജോലിക്കാരോട് പറഞ്ഞു അവളെ ഉപദ്രവിക്കരുത്, അവർക്ക് വെറുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം, കറ്റയിൽ നിന്ന് വലിച്ചു കൊടുക്കണം. അങ്ങനെ അവളെ സ്വാതന്ത്ര്യമായിട്ട് പെറുക്കിയെടുക്കാനായിട്ട് അനുവദിച്ചു. അവള് അങ്ങനെ പെറുക്കി. അതുകൊണ്ട് ഭവനത്തിലെ തിരിച്ച് അമ്മായിമ്മയുടെ അടുത്ത് ചെയ്യുമ്പോൾ അമ്മാമ്മ പറയുന്നുണ്ട്, അത് എന്റെ രാഷ്ട്രക്കാരിൽ ഒരാളാണ് ഈ ബോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നാളെ നീ ആ വഴിയിൽ തന്നെ പോയിക്കോ മോളെ, അവിടെ തന്നെ ചേർന്ന് നിന്നു എന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ട് പറഞ്ഞു വെക്കുകയും അവളവിടെ ചേർന്ന് നിന്ന് അവളുടെ ചാർച്ചക്കാരനായ ബോസ് അവളെ കൈക്കൊണ്ടു. അങ്ങനെ രൂത്ത് നമ്മുടെ കർത്താവിന്റെ വംശാവലിയിൽ വെല്ലുമച്ചിയായിട്ട് വരുന്നതിനൊക്കെ ഇടയായി തീർന്നു. ആ ബോവസിന്റെ ആ സമയോചിതമായ ഇടപെടലും അക്കാര്യത്തിലും കൊണ്ടൊന്ന് മാത്രമാണ് രൂത്തിന് അങ്ങനെ ഒരു ജീവിതം കിട്ടിയത്. രൂത്ത് സഭയുടെ നിഴലായിട്ടും നവോമിയെ പരിശുദ്ധാത്മാവായിട്ടും അതുപോലെ തന്നെ ബോവസിനെ നമ്മുടെ കർത്താവായിട്ട് ചിത്രീകരിച്ച് ചില ദേവദാസന്മാരെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. അതെ അതെ, ഞാനും അത് കേട്ടിട്ടുണ്ട്. പക്ഷേ അധികം ആരും പറയാത്ത ഒരു കഥാപാത്രമാണ് ബോവസ്. പക്ഷേ ആൻറ്റി ബോവസിനെ കുറിച്ചും ബോവസിനെ നമ്മൾ ബൈബിളിൽ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്നും അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വ്യാഖ്യാനിക്കുമ്പോൾ ഏത് തലത്തിലേക്കാണ് പോയിരിക്കുന്നതെന്നൊക്കെ ആൻറ്റി വളരെയധികം വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ചോദ്യം: കുലം കുലമായും കുടുംബം കുടുംബമായുമുള്ള ഹെബ്രോന്യർക്ക് തലവനായിരുന്നത് ആരായിരുന്നു? ഏരിയാവ്. അതെ, കറക്റ്റാണ് ആൻസർ, ഏരിയാവ്. ഓക്കെ, ഇനി ആൻറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ ഏത് ഭാഗമാണ് ബൈബിളിൽ വായിച്ചത്? ബൈബിളില് ഞാൻ ഇപ്പൊ കൂടുതലായിട്ട് വായിക്കാറുള്ളത്
പഴയ നിയമത്തിൽ നിന്ന്. പഴയ നിയമമാണല്ലേ. പഴയ നിയമത്തിൽ ഏത് ഭാഗമാണ് ഇപ്പോൾ വായിക്കുന്നത്? പഴയ നിയമത്തിൽ വായിക്കുന്ന പറഞ്ഞാല് ഉൽപ്പത്തിയിലെ ഉം, യഹോവയായ ദൈവം ഉൽപ്പത്തിയല്ല പുറപ്പാട് മോശയോട് ഇസ്രായേൽ മക്കളെ ഗൈഡ് ചെയ്യുന്നതിനും കൊണ്ടുപോകുന്നതിനും ഒക്കെ കൊടുക്കുന്നതായ ചില ഗൈഡൻസും അവരുടെ ജീവിതത്തിൽ അവർക്ക് പാലിക്കേണ്ട ചില നിയമങ്ങളും ഒക്കെ പറയുന്നതാണ് ഈ കാലയളവിൽ ഞാൻ വായിക്കാറുള്ളത്. ഉം. നമ്മുടെ ഈ കാലഘട്ടത്തിലും അത് വളരെ അനുയോജ്യമാണ്. വളരെ അനുയോജ്യമല്ല, അതൊരു എന്താ പറയാ അന്നങ്ങളുടെ കാര്യങ്ങളാണ്. പക്ഷെ ഇന്ന് ആരും അതൊന്നും ശ്രദ്ധിക്കാറുമില്ല, അത് ചെയ്യാറുമില്ല. എനിക്ക് യഹോവയായ ദൈവം നേരിട്ട് കൊടുത്തതായ ആ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ ഇന്ന് പല ദേവദാസന്മാര് പ്രസംഗിക്കുമ്പോഴും ഞാൻ ഓർക്കും, ഇന്ന് ആ യഹോവ നമ്മുടെ കൂടെ തന്നെ സഞ്ചരിച്ച് നമ്മളോട് പറയുന്ന പോലെ ചില ദേവദാസന്മാരുടെ ഗൈഡൻസും ചിലര് നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ വളരെ ഇഫക്റ്റീവാണ്. പക്ഷേ ഈ വളരെ സങ്കടത്തോടെ പറയട്ടെ മോനെ, ഈ കാലഘട്ടത്തിൽ ആരും അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഈ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ വന്നു പെട്ടിരിക്കുന്ന കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ അല്ലാതെ ഒന്നും പറയാനില്ല. ഓക്കെ ആൻറ്റി, എന്തായാലും ആൻറ്റി വായിച്ച ഭാഗങ്ങളും ഇന്നത്തെ കാലഘട്ടത്തുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആൻറ്റി സംസാരിച്ചത്. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം: എരിയാവിൻ്റെ സഹോദരന്മാരായി പ്രഗത്ഭരും പിതൃഭവന തലവന്മാരുമായി എത്ര പേരുണ്ടായിരുന്നു? 2700 പേരുണ്ടായിരുന്നു. അതെ, ആൻസർ കറക്റ്റാണ്, 2700 പേർ. ഓക്കെ ആൻറ്റി, അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇപ്പോൾ സാറാമ്മ ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു. അത് ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആൻറ്റി കൂടുതലും സംസാരിച്ചത്. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ ദാവീദിനെ കുറിച്ചാണ് സംസാരിച്ചത്. ദാവീദ് ഒരിക്കൽ സിംഹത്തെ, തൻ്റെ ആടുകളെ ആക്രമിക്കുവാൻ വന്ന സിംഹത്തെ കൊലപ്പെടുത്തിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് മറ്റൊരിക്കൽ ദാവീദ് ഇതുപോലെ തന്നെ തൻ്റെ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി പോയി. ഇങ്ങനെ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടി പോയ സമയത്ത് അപ്പോഴും ആ ഒരു സിംഹം തൻ്റെ ആടുകളെ ആക്രമിക്കാൻ വന്നതിന് ശേഷം ദാവീദ് പിന്നീട് എപ്പോഴും നോക്കിയിരിക്കും തൻ്റെ ആടുകളെ ആരെങ്കിലും ശല്യപ്പെടുത്തുവാനോ ആക്രമിക്കുവാനോ അതിനെ കൊലപ്പെടുത്തുവാനൊക്കെ കൊന്നുകളയാനോ ഒക്കെ വരുന്നുണ്ടോ എന്ന് എപ്പോഴും ദാവീദ് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഒരു കരടി തൻ്റെ ആടുകളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത് ഈ ദാവീദിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ സമയത്തും ദാവീദ് പെട്ടെന്നൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്ക് അവസാനമായിട്ടൊരു കോൾ വരുന്നുണ്ട്. ഈ 3ാമത്തെ കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത്. മാന്നാർ, ആലപ്പുഴയിൽ നിന്നല്ലേ? അതെ. ഓക്കെ. ചേട്ടാ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് അപ്പനുണ്ട്, അമ്മയുണ്ട്, അപ്പന്റെ പെങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ വേദഭാഗം വായിച്ചായിരുന്നോ? വായിച്ചല്ലേ. നമുക്കെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. ബെന്യാമീനർക്ക് പ്രഭു ആരായിരുന്നു? അതെ, ബെന്യാമീനരുടെ പ്രഭു ആരായിരുന്നു? അതെ, യാസിയേൽ. കറക്റ്റാണ് കേട്ടോ. അതായത് അബ്നേറിന്റെ മകനായ യാസിയേൽ. ഓക്കെ. 2ാമത്തെ ചോദ്യം: ദാവീദ് ഇസ്രായേലിനെ എണ്ണിയപ്പോൾ ഒഴിവാക്കിയത് ഏതു വിഭാഗക്കാരെയാണ്? ദാവീദ് ഇസ്രായേലിനെ എണ്ണിയപ്പോൾ ഒഴിവാക്കിയത് ഏതു വിഭാഗക്കാരെയാണ്? 20 വയസ്സിന് താഴെയുള്ളവരുടെ. അതെ, കറക്റ്റാണ്, 20 വയസ്സിന് താഴെയുള്ളവർ. കറക്റ്റാണ് കേട്ടോ. ഓക്കെ ചേട്ടാ, ഇന്നൊരു പാട്ട് പാടുന്നുണ്ടോ? ഒരു ചെറിയ പാട്ട് പാടാം. ഓക്കെ, പാടിക്കോളൂ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നടത്തി,
ഉയർത്തി ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഓക്കെ, നല്ല പാട്ടായിരുന്നു കേട്ടോ. ഓക്കെ, നല്ല അർത്ഥമുള്ള പാട്ടല്ലേ? നല്ല അർത്ഥമുള്ള പാട്ടാണ്. കുറച്ച് പഴയ പാട്ടാണ്, പക്ഷെ എങ്കിലും നല്ല പാട്ടാണ്. നമ്മളൊക്കെ ഒരുപാട് തവണ പാടുന്ന ഒരു പാട്ടാണ്. ദൈവം നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പാട്ടിൽ മുഴുവനായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം: എന്തുകൊണ്ടാണ് ദാവീദ് ഇസ്രായേലിനെ എണ്ണിയപ്പോൾ 20 വയസ്സിന് താഴെയുള്ളവരെ എണ്ണാതിരുന്നത്? എന്തുകൊണ്ടാണ് ദാവീദ് ഇസ്രായേലിനെ എണ്ണിയപ്പോൾ 20 വയസ്സിന് താഴെയുള്ളവരെ എണ്ണാതിരുന്നത്? യഹോവ ഇസ്രായേലിനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തിരുന്നതുകൊണ്ട് ദാവീദ് 20 വയസ്സിന് താഴെയുള്ളവരെ എണ്ണുന്നില്ല, എണ്ണമെടുത്തില്ല. അതെ, ആൻസർ കറക്റ്റാണ്. യഹോവ ഇസ്രായേലിനെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തതുകൊണ്ട്. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ജനത്തെ എണ്ണുവാൻ ദാവീദ് ഏൽപ്പിച്ചത് ആരെയാണ്? ജനത്തെ എണ്ണുവാൻ ദാവീദ് ഏൽപ്പിച്ചത് ആരെയാണ്? സെരൂയയുടെ മകനായ യോവാബ്. അതെ, ആൻസർ കറക്റ്റാണ്. സെരൂയയുടെ മകനായ യോവാബ്. കറക്റ്റാണ്. അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. ഓക്കെ, എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ആലപ്പുഴ മാന്നാറിൽ നിന്നും സോണി ചേട്ടനാണ് വിളിച്ചത്. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് മറ്റു ചില കാര്യങ്ങൾ സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ ദാവീദിനെ കുറിച്ചും ആ ആടുകളെ മേയ്ക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. വീണ്ടും ഒരിക്കൽ കരടി ഇതുപോലെ ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ അപ്പോഴും ദാവീദ് ആ കല്ലെടുത്ത് ആ കരടിയെ എറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ വേണ്ടിയും തിരിച്ച് ആക്രമിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ അപ്പോഴും ദാവീദ് തൻ്റെ ആടുകളെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 2 അവസരങ്ങളിലും ചിലപ്പോൾ മറ്റു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒന്ന് പേടിച്ച് ഭയപ്പെടുമായിരുന്നു. കാരണം ഇനി വലിയ മൃഗങ്ങളാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നത്, തൻ്റെ ആടുകളെ ഞാൻ സംരക്ഷിക്കാൻ പോകാൻ തനിക്കെന്തെങ്കിലും ഉണ്ടാകുമോ, എന്തെങ്കിലും പരിക്ക് പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. പക്ഷേ ദാവീദ് തൻ്റെ ആടുകൾക്ക് അത്രയും പ്രാധാന്യം നൽകിയതുകൊണ്ട് എന്ത് വില കൊടുത്തും അവയെ സംരക്ഷിക്കണം എന്നൊരു ചിന്ത ദാവീദിനുണ്ടായിരുന്നു. നമുക്കിനി അതുകൊണ്ടാണ് ദാവീദ് ആ ആടുകളൊക്കെയും എന്ത് പ്രതിസന്ധി വന്നാലും അതിനൊക്കെ തനിക്ക് ഓവർകം ചെയ്യുവാൻ സാധിക്കും എന്നൊരു ചിന്തയോടുകൂടി തൻ്റെ ആടുകളെ സംരക്ഷിച്ചത്. ഇതുപോലെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നു, നമുക്ക് വേണ്ടി മരിച്ചു, ക്രൂശിക്കപ്പെട്ടു. ഇനി നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരും. ചിലപ്പോൾ നമ്മൾ പിന്മാറിപ്പോകാം, ചിലപ്പോൾ നമ്മൾ ആക്രമിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. പക്ഷേ എന്തൊക്കെ വന്നാലും ദൈവം നമ്മളെ കരുതും. കാരണം ദൈവത്തിന് എപ്പോഴും നമ്മൾ ഓരോരുത്തരും അവൻ്റെ മക്കളാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മക്കളാണെന്നൊരു ചിന്ത ദൈവത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്ത് പ്രതിസന്ധികൾ വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും എന്തൊരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അവിടെയൊക്കെ നമുക്ക് താങ്ങും തണലുമായി നമ്മളെ സംരക്ഷിക്കാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയുന്നത്. ഏതായാലും വചന സമീക്ഷയുടെ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.